സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഈ ഒരു വർഷം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മമ്മൂക്കയെ പറ്റി പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പകരം മലയാളത്തിന്റെ സ്വന്തം കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ഇതിഹാസം, കറുത്ത മുത്ത്, ചാലക്കുടിക്കാരൻ, ചങ്ങാതി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മണിച്ചേട്ടൻ, അദ്ദേഹത്തിന്റെ 55ാം ജന്മദിനമായിട്ടുള്ള 2026 ജനുവരി 1 ഒരു കമ്മിറ്റി ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റി. അതിന്റെ 7ാമത് പുരസ്കാരങ്ങൾ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച സമയത്താണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിനിമയുടെ വിവിധ മേഖലകളിലെ മികവിനൊപ്പം കലാരംഗത്തെ മറ്റ് പ്രഗത്ഭരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ അവാർഡ് പട്ടികയാണ് കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. കളങ്കാവൽ എന്ന ചിത്രത്തിൽ മമ്മൂക്ക വെച്ച അഭിനയ മികവിന് മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. ലോക എന്ന സിനിമയിലെ പ്രകടനത്തിന് കല്യാണി പ്രിയദർശൻ മികച്ച നടി എന്ന നേട്ടം കൈവരിച്ചു. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായയാണ് മികച്ച സിനിമ. ദിൻജിത്ത് അയ്യത്താൻ എക്കോ മികച്ച സംവിധായകനായും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും മികച്ച ജനപ്രിയ ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടു. സിനിമാ ലോകത്തിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് മുതിർന്ന താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിക്കും. ബാലചന്ദ്ര മേനോൻ, വിജയകുമാരി, അതിൽ ആരൊക്കെയാണ് ആ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്നും നൽകുന്നതെന്നുമൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, വ്ളോഗർമാർ, പത്രപ്രവർത്തകർ എന്നിവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരന്റെ സ്മരണാർത്ഥം രൂപീകരിച്ചുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൽ ആ ഒരു കലാഭവൻ മണിയെ എന്നും എല്ലാവരും ഓർത്തിരിക്കാനായി പ്രത്യേകിച്ച് ഒരു കമ്മിറ്റിയുടെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യകതയില്ല. എന്നാലും കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു പേരിൽ അദ്ദേഹത്തിന് ജന്മദിവസം തന്നെ ഈ ഒരു അവാർഡ് മലയാള സിനിമയിലും അതേപോലെ തന്നെ മലയാള ഈ പറയുന്ന സോഷ്യൽ മീഡിയ രംഗത്തുമൊക്കെയുള്ള എല്ലാവരെയും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മികച്ച നടനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 മമ്മൂക്കയ്ക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അത് ഏത് പടത്തിനാണ്? നമ്മുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ. അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക്, ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക കാണിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ എന്നുള്ളൊരു അവാർഡ് മമ്മൂക്കയ്ക്ക് കൊടുത്തത്. ഈ ഒരു പ്രായത്തിലും ഇത്രയും ചുരുക്കോട് കൂടി എത്രയും നല്ല രീതിയിൽ അഭിനയ മികവിന് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് ഒരു നല്ലൊരു അഭിനയ ഒരു വൈഭവം നമുക്ക് തന്ന, അല്ലെങ്കിൽ ഒരു അഭിനയ അല്ലെങ്കിൽ ഒരു ദൃശ്യ വിസ്മയം, ദൃശ്യ മികവൊക്കെ നമുക്ക് തന്ന ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് കിട്ടിയൊരു അവാർഡ് അത് വെറുതെ കൊടുത്തതാണെന്ന് ആരും പറയില്ല. പറയുന്നത് ചില ഈ CJP, സംഘിമിത്രങ്ങൾ, കൃസംഗികൾ, അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരിക്കും. അല്ലാതുള്ള ഒരാളും അങ്ങനെ ഒരു തെറ്റ് പറയാനായിട്ട് മുന്നിലേക്ക് വരില്ല. കാരണം അത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അർഹിക്കുന്ന ഒരു അവാർഡ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ മമ്മൂട്ടി ഇപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ കമ്മിറ്റി, അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു കമ്മിറ്റിയും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നിസ്സംശയം നമുക്ക് പറയാം. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ വൻ വിജയം തന്നെയായിരുന്നു. ആ സിനിമയ്ക്ക് തന്നെയായിരിക്കും ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കറിയാം, നാഷണൽ അവാർഡ് മോഹൻലാലിന് കൊടുത്ത് മമ്മൂട്ടിയെ ഒരുമാതിരി മണ്ടനാക്കുന്ന രീതിയിലേക്ക്, മമ്മൂട്ടി എന്ന് പറയുന്നൊരു കലാകാരൻ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കുന്ന രീതിയിൽ കൃസംഗികളും സംഘികളും ഒക്കെ കളിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല, മമ്മൂട്ടിക്ക് ഒട്ടും വിഷമമില്ല. നമ്മൾ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതിൻ്റെ ഒരു തരി പോലും വിഷമമില്ല. കാരണം നമുക്ക് സംഘികളുടെ ഒരു സംഘിവൽക്കരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് മേലേക്ക് വേണ്ട. അത് നല്ലൊരു മനുഷ്യത്വമുള്ള, മനുഷ്യനായിട്ട് കാണുന്ന നല്ലൊരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ചാണകത്തിലേക്ക് കൊണ്ട് തള്ളിയിടണ്ട. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചാണകങ്ങൾ പറയുന്ന എല്ലാം ചെയ്യേണ്ടി വരും. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആണത്തം പണയം വെച്ചിട്ട് ഒരു പരിപാടിക്കും പോകത്തില്ല, അല്ല അഭിമാനം പണയം വെച്ചിട്ട് ഒരു പരിപാടിക്കും പോകത്തില്ല. നല്ലൊരു ജെന്റിൽമാനാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മമ്മൂട്ടിക്ക് ഇപ്പം മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സെറ്റിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നൊരു വീഡിയോയും ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വൻ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ലുക്ക് തന്നെയാണ് അതിലും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം മമ്മൂട്ടിയുടെ ഈ ഒരു പ്രായത്തിൽ, 74 വയസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇതിഹാസം ഏത് രീതിയിലാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സെൻസും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എടുത്തു കാണാൻ സാധിക്കുക. നമുക്ക് ആ ഒരു വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. Happy New Year. Happy New Year. The unit
കണ്ടില്ലേ? ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മമ്മൂക്കയെ കണ്ടില്ലേ? ഒരു 74 വയസ്സുകാരനാണ് ആ നിൽക്കുന്നതെന്ന് ആരെങ്കിലും പറയുമോ? കുറച്ച് വിരോധികൾ പറയും. അതായത് ഏട്ടൻ ഫാൻസ്, ഏട്ടൻ ഭക്തൻസ് എന്നൊക്കെ പറയുന്ന ആളുകൾ വേണമെങ്കിൽ ഇത് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് വരാം. മമ്മൂട്ടിക്ക് പ്രായമായി, മമ്മൂട്ടി ഉടനെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വരാം. എന്നാൽ നമുക്ക് മമ്മൂട്ടിയെ കാണുമ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യില്ല. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്താണ് മമ്മൂട്ടി എന്നും, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് വേണ്ടി, നമ്മുടെ കേരള സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിക്ക് പണ്ടും ഇന്നും എന്നും എല്ലാം മമ്മൂക്ക പഴയ ഒരു മമ്മൂക്ക തന്നെയാണ്. അതിലൊരു വ്യത്യാസമില്ല. പല ആളുകളും പറയാറുണ്ട് മമ്മൂട്ടി വലിയ ജാടുള്ള ഒരു മനുഷ്യനാണ്, മമ്മൂട്ടി ഒരു ഭയങ്കര തലക്കനമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയാറുണ്ട്. അയാൾക്ക് അതിൻ്റെ ഒരു ഒരു കണിക പോലും അദ്ദേഹത്തിന് അടുത്തുകൂടി പോലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ 2026 തൂക്കാൻ പോവുകയാണെന്നുള്ളത് ഞാൻ എടുത്തു പറയാണ്. കാരണം അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. മമ്മൂട്ടി 2026 തൂക്കിയിരിക്കും. മമ്മൂട്ടി യുഗം എന്ന് പറയുന്നത് 2026 എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനിവേശം അതിനുവേണ്ടി തന്നെയാണ്. എന്തിനാണ്? അവാർഡിനല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു കലാകാരനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചാത്തനെ അദ്ദേഹത്തിന് ഒന്ന് ഒതുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചാത്തന് ഇത്തിരി സമാധാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യണം. ആ സിനിമ ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചാത്തൻ്റെ ആ ഒരു ഭ്രമം, അല്ലെങ്കിൽ ആ ചാത്തൻ്റെ ഒരു ഈ പറയുന്ന സിനിമയോടുള്ള അഭിനിവേശം അത് തീരുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതറ്റം വരെയും പോകും. അദ്ദേഹം എത്ര മോശ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും ആ ഒരു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ എവിടെ വരെ പോകാമോ അവിടെ വരെ മമ്മൂട്ടി പോകും. അങ്ങനെ ഒരു മനുഷ്യനാണത്. അതൊരു പ്രത്യേകതരം ഒരു ജിന്നാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു വല്ലാത്ത ജിന്ന് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇതിഹാസം. ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു അഭിനയ മികവ് കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് മുകളിലായിട്ട് മലയാള സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തുടരെ. അതിപ്പോഴും അതിനൊരു കോട്ടവും വരാതെ, അതിനൊരു നമുക്കൊരു ആവർത്തന വിരസതയും വരാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു മനുഷ്യൻ, അതാണ് നമ്മുടെ മമ്മൂട്ടി. ഞാൻ പല വീഡിയോസും ഇങ്ങനെ കാണാനിടയുണ്ട്, മമ്മൂട്ടിയും നമ്മുടെ പിണറായി വിജയൻ സഖാവും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന വീഡിയോ. അപ്പോൾ അതിൽ ചില ആളുകൾ പറയുന്നത് സ്വർണം വെളുപ്പിച്ചവനും ഈ വെള്ള പൂശുന്നവനുമൊക്കെ ഒരുമിച്ചിരിക്കുന്നു, ഇവന് എന്തായാലും ഉടനെ തീരാൻ പോവുകയാണ്. അതിലും പറയുന്ന ഇതാണ്, മമ്മൂട്ടി തീരാൻ പോവുകയാണെന്നാണ്, മമ്മൂട്ടി യുഗം അവസാനിക്കാൻ പോവുകയാണെന്നാണ്. എന്തൊരു കഷ്ടമാണല്ലേ! ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ വന്നിട്ട് അപരാധമൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തൊരു ചിന്താഗതിയാണൊക്കെ ഇവൻ്റെയൊക്കെ. ഇതൊക്കെ വെറും സംഘീപുത്രന്മാരാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരാണ് മമ്മൂട്ടിക്കെതിരെ കിടന്ന് വിരളി പിടിക്കുന്നതും മമ്മൂട്ടിക്കെതിരെ കിടന്ന് സംസാരിക്കുന്നതും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ കിടന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഏതൊക്കെ രീതിയിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ തകർത്തെറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് നിന്നെന്ന് പറഞ്ഞാലും, മമ്മൂട്ടി ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മാരാരിരിക്കുന്ന തട്ട് താണിരിക്കും എന്ന് പറയുന്നത് പോലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസം, മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനയ കുലപതി, ആ ഒരു മനുഷ്യനിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ഇത്തവണത്തെ അവാർഡും മമ്മൂക്ക തൂക്കിയിരിക്കുകയാണെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇതിന് മുകളിൽ ഒരെണ്ണത്തിനെ വെക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ച് കാണിക്കണ സംഘി കുട്ടന്മാരെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.